എൻ്റെ പേര് റെനി. തൃശ്ശൂർ ജില്ലയിൽ തളി ഭാഗത്തെ തച്ചുകുന്നിന് മുകളിൽ മോഡേൺ ഡോർസ് ആൻഡ് വിൻഡോസ് സ്ഥാപനം നടത്തുന്ന ഓണറാണ്. സാർ, ഈ മേഖലയ്ക്ക് ഈ മോഡേൺ സ്റ്റീൽ ഡോർസ് എന്ന വിൻഡോസ് എന്നൊരു ആശയം തുടങ്ങിയിട്ട് എത്ര വർഷമായി? ഞാൻ ഈ മോഡേൺ ഇൻഡസ്ട്രിയൽ തുടങ്ങിയിട്ട് 15 വർഷമായി. മോഡേൺ ഡോർസ് ആൻഡ് വിൻഡോസ് സ്ഥാപനം തുടങ്ങാൻ വേണ്ടിയിട്ട് 6 വർഷമായിട്ടുള്ളൂ. എങ്ങനെയാണ് ഇതിലേക്കൊരു ജമ്പ് വരാൻ കാരണം, ഒരു അപ്ഡേഷൻ വരാൻ കാരണം, ഇത് ഈ ഇൻഡസ്ട്രി ആയിട്ട് ഡെവലപ്പ് ചെയ്യണം എന്നൊരു ആഗ്രഹം വന്ന കാരണം എന്താ? നമ്മളിപ്പോ മരത്തിന്റെ ഈട് കുറവായ കാരണം, ചെതലിന്റെ പ്രശ്നം കാര്യങ്ങളാകുമ്പോൾ ഏറ്റവും കൂടുതൽ സ്റ്റീൽ വിൻഡോസ് ആണ് ഇപ്പോൾ ഈ രംഗത്ത് കൂടുതലായി എല്ലാവരും ഉപയോഗിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ഈ രംഗത്തിലേക്ക് തിരിയാൻ കാരണം. നമ്മുടെ സ്ഥാപനത്തിലേക്ക് വരുമ്പോ സ്റ്റീൽ ഡോർസ് ആൻഡ് വിൻഡോസിൽ വരുമ്പോ നമ്മളിപ്പോ ഉണ്ടാക്കുന്ന മെറ്റീരിയൽ എന്താണ്, എത്ര ടൈപ്പ് ഐറ്റംസ് ആണ് നമ്മൾ ഈ ബ്രാൻഡ് നെയിമിൽ ഇറക്കുന്നത്? ഇപ്പോ ടാറ്റയുടെ ഷീറ്റ് ഉപയോഗിച്ച് 16 kg 120 GSM എന്നുള്ള സ്റ്റീൽ ഡോർസ് ആണ് ചെയ്യുന്നുണ്ട്. അതിൽ നമ്മൾ കസ്റ്റമൈസ് ചെയ്തുകൊണ്ടിരിക്കുന്ന വിൻഡോസും ഡോറുകൾസും ആണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എഞ്ചിനീയർ തരുന്ന പ്ലാനിനനുസരിച്ച് നമ്മൾ വിൻഡോസും ഡോർസും എല്ലാം ചെയ്യുന്നുണ്ട്. നമ്മൾ സ്റ്റീൽ പൈപ്പുകൾ ഉപയോഗിച്ച് നിർമ്മിക്കാൻ പറയുമ്പോൾ അത് അതിനനുസരിച്ച് സ്റ്റീൽ പൈപ്പ് ഇട്ട് കൊടുക്കാറുണ്ട്. ഇതിന്റെ ഒരു ക്വാളിറ്റി സാർ എങ്ങനെയാണ് ജഡ്ജ് ചെയ്യുന്നത്? ശരിക്കും ഇത് നമ്മൾ ടാറ്റ ആണെന്നുള്ള കൺഫർമേഷൻ എങ്ങനെ ഓരോ മെറ്റീരിയൽ എടുക്കാറുണ്ട്? അതൊരു ഗ്രൂപ്പ് മെറ്റീരിയൽ എന്നാണ് നമ്മൾ എങ്ങനെയാ ടാറ്റ ആണെന്നുള്ള ഒരു സെലക്ട് ചെയ്യുന്നത് എങ്ങനെയാണ് നമ്മളത് നമ്മുടെ അടുത്ത് ലേസർ ലൈറ്റ് ഉണ്ട്. ആ ലൈറ്റ് അടിച്ചു കഴിഞ്ഞാൽ ടാറ്റയുടെ പ്രിന്റ് നമുക്ക് തെളിഞ്ഞു കാണാം. ആ പ്രിന്റ് ഉപയോഗിച്ചാണ് നമ്മൾ ടാറ്റയും മറ്റു ഷീറ്റുകളും വേർതിരിക്കുന്നത്. നമ്മൾ ഇവിടെ ടാറ്റയുടെ മാത്രമേ ചെയ്യുന്നുള്ളൂ. നമ്മൾ അത് ഉപയോഗിച്ച് മാത്രമേ പണിയുന്നുള്ളൂ. 16 kg മാത്രമേ ഇവിടെ പണിച്ചുകൊണ്ടിരിക്കുന്നുള്ളൂ. നമ്മൾ ഇതിന്റെ ഒരു മാനുഫാക്ചറിംഗിലേക്ക് വരുമ്പോ അതിന്റെ ഒരു പ്രോസസ് എങ്ങനെയാണ് വരുന്നത്? ഇതിന്റെ ഒരു മാനുഫാക്ചറിംഗ് ഇപ്പൊ ഒരു ഫ്രെയിം നമ്മൾ പണ്ടത്തെ കാലത്ത് പോലല്ലേ ഒരു ഫിക്സഡ് ഫ്രെയിം അല്ല ഇപ്പൊ ഉണ്ടാക്കുന്നത്. കസ്റ്റമൈസ്ഡ് ജനല ഡോർസ് അതുപോലെ തന്നെ വിൻഡോസ് ഒക്കെ ഉണ്ടാക്കുന്ന കാലഘട്ടമാണ്. അപ്പൊ ഇതിന്റെ ഒരു പ്രോസസ് എങ്ങനെയാണ് വരുന്നത്? ശരിക്കും നമ്മളിവിടെ കസ്റ്റമർ പറയുന്ന അളവ് പ്രകാരം നമ്മളത് മെറ്റീരിയൽ ബെൻഡ് ചെയ്ത് അത് നമ്മൾ ഹോൾ ചെയ്ത് എടുക്കും. അതിനുശേഷം നമ്മൾ വെൽഡിങ് എന്ന ഇത് ചെയ്യും. വെൽഡിങ് നമ്മൾ മിഗ് വെൽഡിങ് യൂസ് ചെയ്യാറുണ്ട്. മിഗ് വെൽഡിങ് യൂസ് ചെയ്ത് അതിൽ വരുന്ന വെൽഡിങ് ചെയ്തതിന്റെ ഭാഗം ഗ്രൈൻഡ് ചെയ്ത് അവിടെ പൊട്ടി ബോഡി ഫില്ലർ ഉപയോഗിച്ച് നമ്മളത് അതിനുശേഷം അത് ക്ലീൻ ചെയ്ത് സ്പ്രേ പെയിന്റിംഗ് ആണ് ചെയ്യുന്നത്. അപ്പോക്സി സ്പ്രേ പെയിന്റ് ആണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിനുശേഷം നമ്മളിപ്പോ ഇത് കസ്റ്റമേഴ്സിന് ഓൾ കേരള ഡെലിവറി ചെയ്യാറുണ്ട്, സംവിധാനം ചെയ്യാറുണ്ട്. നമ്മൾ ഇപ്പോ മിക്ക ജില്ലകളിലും നമ്മൾ ഇത് ഡെലിവറി ചെയ്തിട്ടുണ്ട്. നമ്മൾ ഓൾ കേരള ഡെലിവറി ചെയ്തിട്ടുണ്ട്. ബാംഗ്ലൂർക്ക് വരെ നമ്മൾ സാധനം കൊടുത്തിട്ടുണ്ട്. ഇതിന്റെ പ്രൈസിന്റെ വേരിയേഷൻ വരാതെ ഉണ്ടാവാറുണ്ടോ? ഓരോ മാസം ഓരോ ഡേറ്റിലും അങ്ങനെ മെറ്റീരിയലിന്റെ ഇതിനനുസരിച്ച് അങ്ങനെയാണത്? നമ്മൾ മെറ്റീരിയലിന് വില കൂടുന്നതിനനുസരിച്ചിട്ട് നമ്മൾ വില കൂട്ടി വിൽക്കാറില്ല. എന്താ വെച്ചാൽ ഇത് നമ്മളൊരു 3 കള്ളി വിൻഡോയ്ക്ക് ഒരു പ്രൈസ് ഫിക്സ് ചെയ്തിട്ടുണ്ട്. അത് നമ്മൾ മെറ്റീരിയലിന് വില കൂടുന്നതിനനുസരിച്ച് നമ്മുടെ പ്രോഫിറ്റ് കുറയാണ് ചെയ്യുന്നത്. അപ്പൊ എന്ന് വെച്ചാൽ നമ്മളത് പെട്ടെന്ന് വില കൂട്ടി കൊടുക്കാൻ പറ്റില്ല. ഇപ്പോൾ നല്ല മെറ്റീരിയൽ വില കൂടി നിൽക്കുന്ന ഒരു സമയം കൂടിയാണ്. സാർ, ഒരു 5 വർഷം മുന്നിൽ തുടങ്ങുമ്പോൾ സാറിന് വിചാരിച്ചിരുന്ന ഇതിന് ഒരു മാർക്കറ്റ് സാധ്യതയുണ്ട്, ഫ്യൂച്ചറിൽ ഇത് നമുക്ക് ഈ ഇൻഡസ്ട്രി ഈ ഡോർസ് ആൻഡ് വിൻഡോസ് സാധ്യതയുണ്ട് എന്ന് മനസ്സിലായിട്ടുണ്ടായിരുന്നു? നമ്മളെന്താ വെച്ചെങ്കിൽ ഇനി അങ്ങോട്ട് സ്റ്റീൽ വിൻഡോസ് ആണ് നമ്മുടെ നാട്ടിൽ വരിക എന്നുള്ളത് ഒരു പ്രതീക്ഷയിലാണ് നമ്മൾ തുടങ്ങി വെച്ചത്. അത് നമ്മൾ ഓരോ തവണയും ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരുന്നുണ്ട്. നമ്മൾ സ്റ്റീൽ വിൻഡോസിൽ പല കസ്റ്റമൈസ് ചെയ്തിട്ടും നമ്മളെ പല മേഖലയിൽ നമ്മളിപ്പോ ഓരോ എഞ്ചിനീയർമാർ തരുന്ന അളവിനനുസരിച്ച് നമ്മൾ അത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതുവരെ നമുക്ക് യാതൊരു കംപ്ലൈന്റോ ഒന്നും വന്നിട്ടില്ല. ഒരു വിൻഡോസ് ആണെങ്കിൽ അതിൽ നമ്മൾ ജനൽപ്പായ അടക്കം ഫിക്സ് ചെയ്തിട്ടാണോ കൊടുക്കുന്നത്, അത് അല്ലാണ്ട് കൊടുക്കുന്നത്? എങ്ങനെ അതിന്റെ സിസ്റ്റം എങ്ങനെയാണ്? നമുക്കിപ്പോ ഡോർ ഫ്രെയിം ഇരുമ്പിൽ വേണമെന്ന് പറയുമ്പോൾ നമ്മൾ അത് ചെയ്തു കൊടുക്കും. അല്ലാത്ത അത് മരത്തിന്റെ ജനൽപ്പൊളി വേണം എന്നുള്ളവർക്ക് നമ്മൾ ഇഞ്ചസ് വെച്ച് കൊടുക്കും. രണ്ട് സെപ്പറേറ്റ് ടൈപ്പ് ഉണ്ട് കയ്യിലുണ്ട്. നമ്മള് ഇഞ്ചസ് വെച്ച് കൊടുക്കുന്നതിനും ജനൽപ്പൊളി ഉണ്ടാക്കി കൊടുക്കുന്നതിനും രണ്ടിനും 2 റേറ്റ് ആണ് വരുന്നത്. നമ്മൾ കസ്റ്റമർ പറയുന്നതിനനുസരിച്ച് നമ്മൾ ചെയ്തു കൊടുക്കും. നമ്മള് ഇപ്പോ ഈ കട്ട്ല ആണെങ്കിലും ജനലാണെങ്കിലും ഇതിന്റെ സൈഡിൽ ഗ്യാപ്പ് വരുന്ന ഒരു ഫീൽ ഉണ്ടാവാറില്ലേ? അപ്പൊ അത് ശരിക്ക് ആ ഗ്യാപ്പിൽ നമ്മൾ എന്ത് കോൺക്രീറ്റ് ആണ് ചെയ്യുന്നത്? നമ്മളത് അടിഭാഗം ആദ്യം നിറച്ചു വെക്കും നമ്മളെ ഇപ്പൊ പഠിക്കുന്ന ആളുകള്. പിന്നെ അതിനുശേഷം പടവിന്റെ കൂടെ തന്നെ അത് സൈഡൊപ്പം ഫില്ല് ചെയ്ത് പോകും കോൺക്രീറ്റ്. ശരിക്കും സ്റ്റീൽ ഡോർസ് വിൻഡോസിന്റെ ഒരു ഗുണങ്ങൾ എന്താ ശരിക്കും ഒരു കസ്റ്റമറിന്റെ വീട്ടിൽ വെച്ച് കഴിഞ്ഞാൽ? നമുക്ക് ഒരു ദീർഘകാലം
സുരക്ഷ കിട്ടുന്നുണ്ട് അതിന്. പിന്നെ സ്ട്രോങ് ആണ് നമ്മുടെ. അതുപോലെ തന്നെ നമുക്ക് അത് ഗുണമേന്മയുള്ളത് കൊണ്ട് കൂടിയാണ് ആളുകൾ ഈ മേഖലയ്ക്ക് തിരിഞ്ഞത്. ഇത് നമ്മുടെ ഓൺ മാനുഫാക്ചറിങ് ഫാക്ടറി ആണല്ലോ ഇവിടെ നമ്മുടെ തലയിലുള്ളത്. ഈ സ്ഥാപനം തുടങ്ങിയിട്ട് ഇപ്പൊ എത്രയപ്പോ? ഈ സ്ഥാപനം തുടങ്ങിയിരിക്കുന്നത് നമുക്ക് 6 വർഷത്തോളമായി. ഞാൻ അത് വേറെ ആദ്യം റെന്റിന്റെ ചെയ്തിരുന്നത്. ഇപ്പൊ നമ്മുടെ സ്ഥലത്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സാറിന് സപ്പോർട്ട് ചെയ്തിട്ട് എത്ര പേരെ വർക്ക് ചെയ്യുന്നത്? ഇപ്പൊ ഇവിടെ 6 പേര് വർക്ക് ചെയ്യുന്നുണ്ട്. നമ്മൾ ആഫ്റ്റർ ഇത് മാനുഫാക്ചർ ചെയ്ത് കസ്റ്റമേഴ്സിലേക്ക് എങ്ങനെയാണ് സാർ എത്തിക്കുന്നത്? ശരിക്കും ഇതുവരെ എങ്ങനെയാണ് കസ്റ്റമർ സാറിലേക്ക് എത്തി വരുന്നത്? നമ്മൾ ഇത് നമ്മൾ കൊടുക്കുന്ന മെറ്റീരിയല് അതിന്റെ ഗുണമേന്മയും എല്ലാം കൊടുക്കുന്ന കസ്റ്റമർ തന്നെ അടുത്തുള്ള ആളുകൾക്ക് വിവരം നൽകി അവരാണ് നമുക്ക് നമ്മുടെ പുതിയ കസ്റ്റമറെ നമ്മളിലേക്ക് എത്തിക്കുന്നത്. സാറിന്റെ ഒരു വിഷൻ എന്താ, ഡ്രീം എന്താ ശരിക്കും? ഡ്രീം നമ്മുടെ ഈ കമ്പനി ഒരു 50 പേരെ വെച്ചിട്ട് പ്രവർത്തിക്കാനുള്ള ഒരു സ്വപ്നമാണ്. കേരളത്തില് സാറിന്റെ ഒരു ഇൻഡസ്ട്രി തുടങ്ങാനും ഇങ്ങനെ ഡെവലപ്പ് ചെയ്യാനൊക്കെ ഗവൺമെന്റിന്റെ സപ്പോർട്ട് എത്രത്തോളം ഉണ്ടായി? ഞാനൊരു സബ്സിഡി ലോൺ മുഖാന്തരമാണ് തുടങ്ങി വെച്ചിരുന്നത്. പക്ഷെ നമുക്ക് ഇതുവരെ സബ്സിഡി നമുക്ക് കിട്ടിയിട്ടില്ല. എന്തായാലും നമ്മള് ഇൻഡസ്ട്രി മേഖലയ്ക്ക് കൂടുതൽ സപ്പോർട്ട് പുതിയ ഗവൺമെന്റ് നൽകണമെന്നാണ് എന്റെ അഭിപ്രായം. സോഷ്യൽ രംഗത്തുള്ള പ്രവർത്തനമൊക്കെ എന്തൊക്കെയാണ്? സോഷ്യൽ രംഗത്ത് ഞാനൊരു വാർഡ് മെമ്പറാണ്. നമ്മുടെ പാവപ്പെട്ട ജനങ്ങളെ സേവിക്കുക എന്നുള്ളതാണ് നമ്മുടെ കർത്തവ്യം. ഏത് പഞ്ചായത്തിലാണ്? തിരുമറ്റൂർ പഞ്ചായത്തിലാണ്, 4ാം വാർഡിലെ മെമ്പറാണ്. വേറെ ആക്ടിവിറ്റീസ് ഒക്കെ എന്തൊക്കെയാണ്? വേറെ നമ്മള് അത്യാവശ്യം കളിക്കാൻ പോയാർന്നാണ്. ഇപ്പൊ മെമ്പറായ കാരണം കുറച്ച് സമയക്കുറവുണ്ട്. അതുപോലെ തന്നെ നമ്മളവിടെ ചെറിയ നീന്തൽ കോച്ചിങ് ഒക്കെ ചെയ്തായിരുന്നു. പിന്നെ അതേമാതിരി ഓരോ സേവന പ്രവർത്തനങ്ങൾ ആദ്യം മുതലേ ചെറിയ താല്പര്യമുള്ള ആളാണ്. യാത്രകളൊക്കെ ചെയ്യാറുണ്ടോ പൊതുവെ? ആ യാത്രകൾ ചെയ്യാറുണ്ട്. യാത്ര ചെയ്യുമ്പോൾ നമ്മുടെ നാട്ടിൽ ഇതൊക്കെ കൊണ്ടുവരണം, ഇതിനൊക്കെ അങ്ങനെ ആഗ്രഹങ്ങളൊക്കെ തോന്നാറുണ്ട്? ശരിക്കും ഞാൻ കോയമ്പത്തൂർ, ബാംഗ്ലൂരൊക്കെ വർക്ക് ചെയ്ത ഒരാളാണ്. അവിടുത്തെ ഇൻഡസ്ട്രി മേഖലയൊക്കെ കാണുമ്പോഴാണ് നമുക്ക് നമ്മുടെ നാടും അതായത് ഇൻഡസ്ട്രി മേഖല ആരും തുടങ്ങാൻ ഒരു മടി കാണിക്കുന്ന ഒരു ഏരിയയാണ് നമ്മുടെ കേരളം. അതില് ഒരു മാറ്റം വരണം എന്നുള്ളതാണ് നമ്മുടെയൊക്കെ ആഗ്രഹം. സാറിന്റെ ഫാമിലിക്ക് വരുമ്പോ ഫാമിലി ആരൊക്കെ ഉള്ളത്? ഫാമിലിയിൽ ഞാനും വൈഫും 3 കുട്ടികളും, പിന്നെ അനിയന്റെ വൈഫും 2 പേരും, പിന്നെ അച്ഛനും. നമ്മൾ പുതിയതായി ഒരു ബിസിനസ്സിലേക്ക് വരുന്ന ആൾക്കാരോട് സാറിന് കൊടുക്കാനുള്ള ഒരു മെസ്സേജ് എന്തായിരിക്കും? നമ്മൾ പലരും പഠിച്ചിട്ട് പുറത്തു പോകുന്നുണ്ട്. നമ്മുടെ നാട്ടിൽ തന്നെ നിരവധി തൊഴിലവസരങ്ങളുണ്ട്. നമ്മൾ ആ തൊഴിലവസരം നമ്മൾ വേണ്ടത്ര രീതിയിൽ ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് പുറത്തു പോകുന്നതിനേക്കാളും എത്രയോ നല്ല ബിസിനസ് നമ്മുടെ നാട്ടിൽ തന്നെ ചെയ്യാൻ കഴിയും. ഈ അഡ്രസ് ഒന്നും പറയൂ സാറേ. ഈ സ്ഥാപനം നിൽക്കുന്നത് തൃശ്ശൂർ ജില്ലയുടെ ബോർഡറിലാണ്. തളിക്കടുത്ത് തച്ചുകുന്ന് എന്ന് പറയുന്ന സ്ഥലത്താണ് നിൽക്കുന്നത്. മോഡേൺ ഡോർസ് ആൻഡ് വിൻഡോസ്, തളി തച്ചുകുന്ന്.